ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീത്ത് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചക്കക്കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഒരു ചക്കപ്പുഴുക്ക്, ഞങ്ങളുടെ നാട്ടിൽ ചക്കക്കൂട്ടാൻ എന്നാണ് പറയുന്നത്, ചക്കക്കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ചക്ക മുറിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് ബാക്കിയുള്ള നമ്മുടെ കറി വെക്കാനുള്ളത് മാത്രം, കറി വെക്കാൻ തന്നെ പുഴുക്കാക്കാനുള്ളത് മാത്രം എടുത്ത് നന്നായി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് വേവ് ആകുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസായ നമ്മുടെ കോക്കനട്ട് ചിരങ്ങിയത്, അതായത് തേങ്ങ ചിരങ്ങിയത് ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചക്ക ഏകദേശം ഫുൾ വെന്ത് നല്ല ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാനായി ഒരു 10 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മുളക് പൊടിയിട്ട് വെളിച്ചെണ്ണയിൽ നന്നായി താളിച്ച് നമ്മുടെ ചക്കക്കൂട്ടാനിലോട്ട്, അതായത് പുഴുക്കിലോട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവം റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്. ചക്ക എടുക്കുക, വൃത്തിയാക്കുക, ഉപ്പിടുക, വെള്ളം ഒഴിക്കുക, വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് തേങ്ങ ചിരകിയത് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക, പിന്നെ ഒന്ന് താളിച്ചെടുക്കുക. അപ്പം നമ്മുടെ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.